ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബി എ ഹിന്ദി മേഡിസി. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അഗയുടെ കഹാനികളെ പറ്റിയാണ്. കഥയൊരു സാഹിത്യ വിഭാഗമാണ്. അതുകൊണ്ടാണ് കഥ സത്യസന്ധമായ പത്ര റിപ്പോർട്ടിങ്ങിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. ഹിന്ദിയിലെ ഏറ്റവും മികച്ച കഥാകൃത്തുക്കളിൽ വിപ്ലവകാരികളായിരുന്നു അഗയും യശ്പാലും. അഗയുടെ സാഹിത്യത്തിൽ വിപ്ലവകാരികളുടെ ജീവിതത്തിന് ഒരു പ്രധാന സ്ഥാനം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 67 കഥകളിൽ 20ഉം വിപ്ലവകാരികളായ കഥാപാത്രങ്ങൾ ഇടം നേടിയിട്ടുണ്ട്. ഈ 20 കഥകളിൽ 18 കഥകളും അദ്ദേഹം ജയിൽ ജീവിതത്തിനിടയിൽ എഴുതിയിട്ടുണ്ട്. ജയിലിൽ നിന്ന് ജൈനേന്ദ്രകുമാർ വഴിയാണ് ഈ കഥകൾ പ്രേംചന്ദിൻ്റെ അടുത്തെത്തിയത്. പ്രേംചന്ദ് രചയിതാവിൻ്റെ പേര് ചോദിച്ചപ്പോൾ ജൈനേന്ദ്രകുമാർ എഴുത്തുകാരനെ അഗയെന്ന് വിളിച്ചു. അതിനാൽ പ്രേംചന്ദ് ആ കഥകൾ അഗയുടെ പേരിലാണ് പ്രസിദ്ധീകരിച്ചത്. അങ്ങനെ വിപ്ലവകരമായ ജീവിത കഥകൾ കാരണം സച്ചിദാനന്ദ് ഹീരാനന്ദ് വാത്സ്യാൻ്റെ പേര് അഗയെന്നായി. അഗയുടെ ആദ്യ കഥയായ ജിജ്ഞാസ 1929 എഴുതിയതാണ്. എന്നാൽ ഈ കഥ 1965 പ്രസിദ്ധീകരിച്ചു. ജിജ്ഞാസ ഔർ അന്യ കഹാനിയാം എന്ന കഥാസമാഹാരത്തിൽ ഈ കഹാനി ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനാൽ കഥാസമാഹാരത്തിൻ്റെ പേര് ഈ കഥയുടെ പേരിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. 1931 മുതൽ 1934 കാലഘട്ടത്തിൽ ഡൽഹിയിലും മറ്റ് ജയിലുകളിലും താമസിച്ചുകൊണ്ട് അഗെ 18 കഥകൾ എഴുതി. അതിൽ വിപതക, ഹാരിതി, മിലൻ, ഛായ, ദ്രോഹി, അഭിശാപിത്, ഗ്രഹത്യാഗ് എന്നിവ ശ്രദ്ധേയമാണ്. ഗ്രഹത്യാഗ് എന്ന കഥ അപൂർണമാണ്. ഈ 7.5 കഥകളുടെ ഒരു സമാഹാരം വിപതക എന്ന പേരിൽ നിർമ്മിച്ചതായി പറയപ്പെടുന്നു. 7.5 കഥകൾ എന്ന് പറഞ്ഞത് 7 പൂർണ്ണവും ഒരു അപൂർണവുമായ കഥകളും ചേർന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ 7.5 കഥകളെന്ന് ഇതിൽ പറഞ്ഞിരുന്നത്. 1932 അവസാനത്തിലോ 1933 തുടക്കത്തിലോ ആയിരിക്കണം ഇത് പ്രസിദ്ധീകരിച്ചത്. പുസ്തകത്തിൻ്റെ കവർ പേജിൽ ലേഖകൻ്റെ പേര് അഗെ എന്നാണ് എഴുതിയിരുന്നത്. കാരണം ജയിലിൽ എഴുതുന്ന സമയം യഥാർത്ഥ പേര് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കഴിയില്ലായിരുന്നു. അഗയുടെ റോസ് എന്ന കഥ ഗൗഗ്രീൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു. 1938 വിപതകായുടെ പുതിയ പതിപ്പ് പ്രസിദ്ധീകരിച്ചു. വിപതകായ്ക്ക് ശേഷം പ്രസിദ്ധീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കഥാസമാഹാരങ്ങളിൽ പരമ്പര, കോടരി കി ബാത്, ശരണാർത്ഥി, ജിജ്ഞാസ ഔർ അന്യ കഹാനിയാം എന്നിവ ഉൾപ്പെടുന്നു. 1775 അഗയുടെ സമ്പൂർണ്ണ കഥകളുടെ ഒരു സമാഹാരം 2 ഭാഗങ്ങളായി പ്രസിദ്ധീകരിച്ചു. ഒന്നാമത്തേത് ചോടാ ഹുവ രാസ്ത, രണ്ടാമത്തേത് ലൗട്ടി പകഡണ്ടിയാം. എഴുത്തിൻ്റെ ക്രമം വിഷയവും അനുസരിച്ച് അഗൈ തൻ്റെ കഥകളെ 4 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. 1. വിപ്ലവകരമായ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു വിപ്ലവകാരി എന്ന നിലയിൽ. 2. സമൂഹത്തിൽ നമുക്ക് ലഭിക്കുന്ന ബഹുമാനത്തിൻ്റെ പൊള്ളത്തരം, ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ. 3. സൈനിക ജീവിതവുമായി ബന്ധപ്പെട്ടത്, ഒരു സൈനികൻ എന്ന നിലയിൽ. 4. ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് ഒരു ദേശസ്നേഹി എന്ന നിലയിൽ. ഈ 4 തരം കഥകളിലും അഗയുടെ വ്യക്തിത്വത്തിൻ്റെ മൂർച്ചയുള്ളതുമായ രൂപം നമുക്ക് കാണാൻ കഴിയും. ആദ്യത്തെ വിഭാഗത്തിലെ കഥകൾ 1931 മുതൽ 1934 വരെ വിവിധ ജയിലുകളിൽ കഴിയുമ്പോഴാണ് എഴുതിയിരുന്നത്. ഒരു ആദർശ വിപ്ലവകാരിയുടെ ചിന്തകളെയാണ് ഇവ ചിത്രീകരിക്കുന്നത്. അതിലൂടെയാണ് അഗയുടെ ആത്മപ്രകാശനം നടക്കുന്നത്. ആദ്യ വിഭാഗത്തിൽ കഥകൾ വിപ്ലവകരമായ ജീവിതത്തെക്കുറിച്ചും വിപ്ലവത്തെ പിന്തുണയ്ക്കുന്നതിനെക്കുറിച്ചുമാണ്. അതായത് വിപ്ലവകാരികൾ എഴുതിയ വിപ്ലവത്തെ പിന്തുണയ്ക്കുന്ന കഥകളാണിവ എന്ന് അഗൈ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അഗയുടെ അഭിപ്രായത്തിൽ അക്കാലത്തെ വിപ്ലവകാരികൾ ആദർശവാദികളായിരുന്നു. അവർ രാജ്യത്തെ സംരക്ഷിക്കാൻ വിപ്ലവം നടത്തി. മനുഷ്യക്ഷേമമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. 1931 ഭഗത് സിംഗ് പോലുള്ള വിപ്ലവകാരികളെ തൂക്കിലേറ്റിയതിനു ശേഷം ഈ പ്രസ്ഥാനം ദുർബലമായി. 1928 തന്നെ അഗൈ വിപ്ലവ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തു. ഇന്ത്യയിലും വിദേശത്തുമുള്ള വിപ്ലവകാരികളുടെ ജീവിതത്തെയും അവർ നടത്തിയ വിപ്ലവങ്ങളെക്കുറിച്ച് അദ്ദേഹം ആഴത്തിൽ പഠിച്ചു. വിപതക, ഹാരിതി തുടങ്ങിയവ വിദേശ വിപ്ലവങ്ങളെ അടിസ്ഥാനമാക്കി എഴുതിയ കഥകളാണ്. വിപ്ലവകാരിയുടെ മാനസിക പോരാട്ടം അല്ലെങ്കിൽ ആന്തരിക സംഘർഷം ചിത്രീകരിക്കുന്നതിൽ അഗൈ വിജയിച്ചിട്ടുണ്ട്. ദ്രോഹി എന്ന കഥയിൽ ഒരു വഞ്ചകനായ വിപ്ലവകാരിയുടെ മാനസിക ചിന്തകൾ, പ്രശ്നങ്ങൾ, അസ്വസ്ഥത, ഉത്കണ്ഠ മുതലായവ യഥാർത്ഥ ബോധത്തോടെ ചിത്രീകരിച്ചിരിക്കുന്നു. വിപ്ലവകരമായ ജീവിതവുമായി ബന്ധപ്പെട്ട ഇത്രയധികം കഥകൾ എഴുതിയ ആദ്യ കഥാകൃത്ത് അഗയാണ്. മനുഷ്യ മനസ്സിൻ്റെ വിവിധ ആർദ്രമായ വികാരങ്ങളായ മോഹം, മോഹഭംഗം, വിശ്വാസം, സ്നേഹം, അഹിംസ, ത്യാഗം, സൗഹൃദം, ദേശസ്നേഹം, ദുഃഖം, നിസ്വാർത്ഥത, വാത്സല്യം, കാരുണ്യം എന്നിവയുടെ ചിത്രീകരണം ഈ കഥകളെ രസകരവും ഫലപ്രദവുമാക്കുന്നു. ഹാരിതി, പോലീസ് കി സീട്ടി, ഗ്രഹത്യാഗ്, പുരുഷുക്ക ഭാഗ്യ തുടങ്ങിയവ അത്തരം കഥകളാണ്. ഹാരിതിയിൽ കടമയ്ക്ക് വേണ്ടി വ്യക്തിപരമായ സ്നേഹവും ജീവിതവും ത്യജിക്കാൻ തയ്യാറുള്ള ഹാരിതിയെക്കുറിച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പോലീസുമായി ഏറ്റുമുട്ടുന്ന ഒരു വിപ്ലവകാരിയുടെ ആവേശകരമായ ജീവിതത്തിൻ്റെ ഒരു ചിത്രീകരണമാണ് പോലീസ് കി സീട്ടിയിൽ കാണാൻ പറ്റുന്നത്.
പുരുഷ കാ ഭാഗ്യ എന്ന കഥയിൽ ഒരു വിപ്ലവകാരിയുടെ ഭാര്യയുടെ മാതൃസ്നേഹത്തിൻ്റെ ദുരന്തം ചിത്രീകരിക്കുന്നു. ഹാരിതി, ദ്രോഹ് തുടങ്ങിയ കഥകളിലും വിപ്ലവകാരികളുടെ പതനം ചിത്രീകരിച്ചിരിക്കുന്നു. അഗയുടെ വ്യക്തിപരമായ അനുഭവം ഇവയിൽ പ്രതിഫലിക്കുന്നു. അദ്ദേഹം ആദർശവാദിയായിരുന്നു. ജയിൽ ജീവിതത്തിൽ നിന്നും മോചിതനായ ശേഷം അഗയുടെ ചിന്തകളിലും കഥകളിലും മാറ്റം വന്നു. പക്ഷേ വിപ്ലവത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആവേശം, ഭീകരതയോടും രഹസ്യ പ്രസ്ഥാനങ്ങളോടുമുള്ള അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളും തുടങ്ങിയതെല്ലാം ഒരു പരിധിവരെ തണുത്തു. 1936 ജയിൽ മോചിതനായ അദ്ദേഹം 1937 മീററ്റ് കിസാൻ ആന്തോളനിൽ പങ്കെടുത്തു. തൽഫലമായി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമെന്ന പ്രശ്നം അദ്ദേഹത്തിന് രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി. അന്താരാഷ്ട്ര രാഷ്ട്രീയം കൂടുതൽ പ്രധാനമായി. 1943 അദ്ദേഹം ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ സൈന്യത്തിൽ ചേർന്നു. അതിനു മുമ്പ് ബ്രിട്ടീഷ് ഭരണത്തെ ഉന്മൂലനം ചെയ്യുന്നതിനായി അദ്ദേഹം ഒരു വിപ്ലവകരമായ ജീവിതം നയിച്ചിരുന്നു. ജയിൽ മോചിതനായ ശേഷം അദ്ദേഹം ഒരു യഥാർത്ഥ സാഹിത്യ സ്നേഹിയായി മാറുകയും സാഹിത്യത്തെ തൻ്റെ ജീവിതത്തിലെ ആത്യന്തിക ലക്ഷ്യമാക്കി കണക്കാക്കാൻ തുടങ്ങുകയും ചെയ്തു. അതേസമയം അദ്ദേഹം കഥകൾ, നോവലുകൾ, കവിതകൾ, മറ്റ് സാഹിത്യരൂപങ്ങൾ എന്നിവ എഴുതാനും തുടങ്ങി. 1931 മുതൽ 1936 വരെ ജയിലിലും തടങ്കലിലും കഴിഞ്ഞപ്പോൾ എഴുതിയ കഥകളുടെ അടിസ്ഥാനം ഗുപ്ത് സശക്ത് ആന്തോളനായിരുന്നു. മൻസോ, റോസ്, ഗോങ്ഗ്രീൻ, പഹാഡി ജീവൻ, ഇന്ദു കി ബേട്ടി, ചിഡിയാഘർ, പുലീസ് കി സീട്ടി, ദാരോഗ അമിചന്ദ് തുടങ്ങിയവ പ്രമുഖമാണ്. ഇവയിൽ മൻസോ, ദാരോഗ അമിചന്ദ്, പുലീസ് കി സീട്ടി, പുരുഷ കെ ഭാഗ്യ തുടങ്ങിയ കഥകളുടെ അടിസ്ഥാനം അധോലോക പ്രസ്ഥാനവും ജയിൽ ജീവിതവുമാണ്. പുലീസ് കി സീട്ടി എന്ന കൃതിക്ക് വിപ്ലവകരമായ ഒരു ശൈലിയും ത്യാഗത്തിൻ്റെ ആവേശകരമായ കഥയുമുണ്ട്. ദാരോഗ അമിചന്ദിൽ ഒരു ജയിൽ ഇൻസ്പെക്ടറിനെ നർമ്മവിഷയമാക്കി ചിത്രീകരിക്കുകയും സാമൂഹിക ക്രമക്കേടിനെക്കുറിച്ച് മൂർച്ചയുള്ള ആക്ഷേപഹാസ്യം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിഷയത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ രണ്ടാം ശ്രേണിയിലെ കഥയായി കണക്കാക്കാം. അഗയുടെ രണ്ടാമത്തെ വിഭാഗത്തിലുള്ള കഥകളിൽ തുറന്ന സമൂഹത്തിൽ രഹസ്യ ഭീകര ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ബഹുമാനവും അതിൻ്റെ വഞ്ചനയും പ്രകടിപ്പിക്കപ്പെടുന്നു. അതിനാൽ ഈ കഥകളിൽ കോപവും ആക്ഷേപഹാസ്യവും കലർന്നിരിക്കുന്നു. ചിഡിയാഘർ, ദാരോഗ അമിചന്ദ്, സേബ് ഔർ ദേവ് തുടങ്ങിയവ അത്തരം കഥകളാണ്. രോഗിയായ സഹോദരിയുടെ ചികിത്സയ്ക്കായി മോഷ്ടിക്കുന്ന ഒരു യുവാവിൻ്റെ ദുരാവസ്ഥയാണ് നമ്പർ 10 എന്ന കഥയിൽ വരച്ചു കാണിക്കുന്നത്. ദാരിദ്ര്യത്തിൽ ജീവിതം നയിക്കുന്നവരുടെ ദുരിതവും ഇവിടെ വെളിപ്പെടുത്തുന്നു. സാമ്പത്തിക ആശ്രയത്വം കാരണം അവർ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ നിർബന്ധിതരാകുന്നു. ഒരു മധ്യവർഗ ഹിന്ദി എഴുത്തുകാരൻ്റെ ജീവിതത്തിലെ കഠിനമായ യാഥാർത്ഥ്യത്തെയാണ് അലിഖിത് കഹാനി വരച്ചു കാണിക്കുന്നത്. അമ്മയുടെ മരണവും അതിനുശേഷം നടക്കുന്ന സാമൂഹിക പ്രവർത്തനങ്ങളും മകളുടെ മാനസിക വികാരങ്ങളും ചിന്തയുമാണ് ദുഃഖ് ഔർ തിത്തലിയാം എന്ന കൃതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. റോസ്, ഗോങ്ഗ്രീൻ താഴ്ന്ന വർഗ ജീവിതത്തിൻ്റെ ഒരു യഥാർത്ഥ ചിത്രമാണ്. താഴ്ന്ന മധ്യവർഗ ജീവിതം നയിക്കുന്ന ആളുകളുടെ ദാമ്പത്യ ജീവിതത്തിലെ പോരാട്ടം, ഏകാന്തത, വ്യത്യാസങ്ങൾ മുതലായവ ഈ കഥയിൽ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു മധ്യവർഗ ഭർത്താവിൻ്റെ കുറ്റബോധത്തിൻ്റെ കഥയാണ് ഇന്ദു കി ബേട്ടി. ഭിക്ഷാടനം നടത്തി ഉപജീവനം നടത്തുന്ന കൊൽക്കത്തയിലെ ആളുകളുടെ കഥയാണ് ജീവൻ ശക്തി. വാസ്തവത്തിൽ രണ്ടാം അധ്യായത്തിലെ കഥകളിൽ അഗയുടെ മാനുഷിക വശം കൂടുതൽ വ്യക്തമാക്കുന്നു. അഗയുടെ മൂന്നാം വിഭാഗത്തിലെ കഥകൾ സൈനിക ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് മുന്നോടിയായി ഹിന്ദി കഥാസാഹിത്യത്തിൻ്റെ ഉദയത്തിൽ പ്രശസ്ത കഥാകൃത്ത് ചന്ദ്രധർ ശർമ്മ ഗുലേരിയുടെ ഉസ്നെ കഹാദ എന്ന കഹാനി പ്രസിദ്ധീകരിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അഗയുടെ മേജർ ചൗധരി കി വാപ്പസി എന്ന കഥ പ്രസിദ്ധീകരിച്ചു. ഗുലേരിയുടെ കഥകളിൽ റൊമാൻറ്റിക് സംവേദനയാണ്. അതേസമയം അഗയുടെ കഥ ഗൗർ റൊമാൻറ്റിക് ബോധിൻ്റെയാണ്. 1943 അഗൈ സേനയിൽ ചേർന്നു. 1946 തുടക്കത്തിൽ അദ്ദേഹം ജോലി ഉപേക്ഷിച്ചു. 1947 അദ്ദേഹം തൻ്റെ സൈനിക ജീവിതത്തെ അടിസ്ഥാനമാക്കി 7 കഥകൾ എഴുതി. മേജർ ചൗധരി കി വാപ്പസി, ലെറ്റർ ബോക്സ്, ശരൺ ദാദ, മുസ്ലിം, ബായ് ബായ്, ബദല എന്നിവ. യുദ്ധം അവസാനിച്ചപ്പോഴുള്ള സൈനികരുടെ അവസ്ഥയാണ് മേജർ ചൗധരി കി വാപ്പസി. യുദ്ധത്തിൽ പരിക്കേറ്റ് കുട്ടികളുണ്ടാകാൻ കഴിയാത്ത ഒരു യുവ ഭർത്താവിൻ്റെ വേദന ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഹീലി ബോൺ കി ബദഖെ നല്ല കഥയാണ്. അതിൻ്റെ പശ്ചാത്തലം സൈനിക ജീവിതമാണ്. എന്നിരുന്നാലും ഇതിൽ സ്ത്രീയുടെ കുട്ടികളില്ലാത്തതിൻ്റെ മാനസിക വശം അതിൽ പ്രകടിപ്പിക്കുന്നു. അഗയുടെ 4ാം ശ്രേണി കഥകൾ ഇന്ത്യയുടെ വിഭജനത്തിൻ്റെ ദുരന്തത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. 1947 എഴുതിയ 5 കഥകൾ ലെറ്റർ ബോക്സ്, ശരൺ ദാദ, മുസ്ലിം ബായ് ബായ്, ബദല എന്നിവ ഈ വിഭാഗത്തിൽ പെടുന്നു. അക്കാലത്ത് നടന്ന ഹിന്ദു മുസ്ലിം കലാപങ്ങളുടെ വിവിധ മാനസികാവസ്ഥകൾ ഈ കഥകളിൽ ചിത്രീകരിച്ചിരിക്കുന്നു. 1957
ഈ വിഷയത്തിൽ അഗൈ നാരങ്ക്യാം എന്ന പേരിൽ ഒരു കഥ എഴുതി. വിഭജനത്തിൻ്റെ ദുരന്തത്തിൽ ജീവിച്ചവരുടെ മാനസിക വികാരങ്ങൾ ഇത് ചിത്രീകരിക്കുന്നു. ഈ കഥകൾ അവരുടെ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതിയിട്ടുള്ളതല്ല.